പ്രിയപ്പെട്ട സിനിമ ആരാധകരെ, ഇന്ന് വിഷു ദിനത്തിൽ 4 സിനിമകളാണ് പ്രേക്ഷകർക്കായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. 4 സിനിമകളുടെയും ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷക പ്രതികരണങ്ങളോടെ 4 സിനിമയും ബ്ലോക്ക് ബസ്റ്ററായി മാറി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത ഇവിടെ ആദ്യമേ അറിയിച്ചു കൊള്ളുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സിനിമകളുടെ യഥാർത്ഥ നിലവാരം നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നതായിരിക്കും. ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ് നായകനായി എത്തിയ മരണവാസ് എന്ന സിനിമയാണ് നമ്മൾ കാണുവാനായി തീരുമാനിച്ചത്. ട്രെയിലർ നൽകിയ പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു സിനിമ കാണാനായി നമ്മളെ പ്രേരിപ്പിച്ചതും. സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിജു സണ്ണി തന്നെയാണ് ഈ ഒരു സിനിമയുടെ കഥയും തിരക്കഥയും തയ്യാറാക്കിയിരിക്കുന്നത്. കഥയും തിരക്കഥയും പാളിപ്പോയി എന്നതിനോടൊപ്പം തന്നെ ഈ ഒരു സിനിമയിലെ ഏറ്റവും വെറുപ്പിച്ച ഒരു കഥാപാത്രമായി മാറുവാനും സിജു സണ്ണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. പഴയകാല സിനിമകളിൽ കണ്ട് പരാജയപ്പെട്ടു പോയ കോമഡികളും സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകളിൽ വന്നു പോയിട്ടുള്ള കോമഡികളും ഒക്കെ കുത്തിയിണക്കി സിജു സണ്ണി തയ്യാറാക്കിയ കഥയും തിരക്കഥയും തീർത്തും പരാജയമായി മാറി എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞ പ്രേക്ഷകര് ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിലേക്ക് ഈ ഒരു സിനിമയെ ഉൾപ്പെടുത്തിയ പ്രേക്ഷകർ പറയുന്നത് ഏറ്റവും തലതല്ലിച്ചിരിക്കാനുള്ള കോമഡി, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് കണ്ട ഫുൾ ഓൺ കോമഡിയുള്ള ഒരു സിനിമയാണ് മരണമാസ് എന്നാണ്. അങ്ങനെ ഫുള്ള് കോമഡി മാത്രം പ്രതീക്ഷിച്ചു പോകുന്ന പ്രേക്ഷകർക്ക് നിരാശ സമ്മാനിക്കുന്ന ഒന്നായിരിക്കും മരണമാസ് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. തൊട്ടു മുമ്പ് വന്ന പൊന്മാൻ എന്ന സിനിമയിലെ ബേസിൽ ജോസഫിന്റെ പ്രകടനത്തെ എല്ലാവരും പ്രശംസിച്ചതാണെങ്കിൽ ഈ ഒരു സിനിമയിൽ അങ്ങനെ എടുത്തു പറയത്തക്കതായിട്ടുള്ള പ്രകടനം ആരും കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യസന്ധമായിട്ടുള്ള കാര്യം. അപ്പൊ വിഷു റിലീസായിട്ട് എത്തിയ മരണവാസി എന്ന സിനിമ കണ്ട പ്രേക്ഷകര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വിഷു റിലീസായിട്ട് എത്തിയ മറ്റ് സിനിമകളെ പറ്റിയുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.